പ്രൈസ് ലോർഡ്. അനുഗ്രഹീതമായ നല്ല സമയത്തിനായിട്ട് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. ഹോപ്പ് ടി വിയിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ആഴമായി എന്നെ സ്പർശിച്ച ഒരു ദൈവവചനം നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 25-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: ദൈവം ഇസ്രായേൽ മക്കളെ കടാക്ഷിച്ചു, ദൈവം അറിഞ്ഞു. ഒരു ചെറിയ വാക്യമാണ്. ഇസ്രായേൽ മക്കളെ കടാക്ഷിച്ചു എന്ന് പറഞ്ഞിട്ട് തൊട്ട് അടുത്തതായിട്ട് പറഞ്ഞിരിക്കുകയാണ് ദൈവം അറിഞ്ഞു. ഇന്നത്തെ എൻ്റെ മെസ്സേജ് ഇതാണ്: നമ്മെ അറിയുന്ന ഒരു ദൈവം, നമ്മുടെ അവസ്ഥകളെ അറിയുന്ന ഒരു ദൈവം. ഇവിടെ ഈ പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ ഇസ്രായേൽ മക്കളെ ദൈവം അറിഞ്ഞു എന്നുള്ള പദത്തിൻ്റെ ആഴം എത്രത്തോളമാണെന്നറിയാമോ? ഒരു സ്ത്രീ ഗർഭം ധരിച്ച് ഒരു കുഞ്ഞിനെ ഉദരത്തിൽ ചുമക്കുമ്പോൾ അവൾക്ക് ശരീരത്തിൽ അറിയാം അവൾ ആ കുഞ്ഞിനെ ചുമക്കുന്നത്. ആ കുഞ്ഞിൻ്റെ ചലനം അറിയാം. ആ കുഞ്ഞ്, ആ ജീവൻ അവിടെ ഉദരത്തിലുള്ളത് അവൾക്ക് നന്നായി അറിയാൻ പറ്റും. അവിടെ ശരീരത്തിൽ അതിൻ്റെ ചേഞ്ചസ് ഉണ്ടാകും, അവിടെ സ്വഭാവത്തിൽ അതിൻ്റെ ചേഞ്ചസ് ഉണ്ടാകും. മുമ്പ് കഴിച്ചുകൊണ്ടിരുന്ന ആഹാരങ്ങൾ ചിലത് കഴിക്കാൻ പറ്റത്തില്ല. ബിക്കോസ് ഷീ ഈസ് പെർസീവിങ്, അവളത് അനുഭവിച്ചറിയുകയാണ്. അങ്ങനെ ഒരു അറിവാണ് ദൈവം ഇസ്രായേൽ മക്കളെ അറിഞ്ഞു എന്ന അറിവിന് ദൈവവചനം കൊടുത്തിരിക്കുന്ന വാക്ക്. ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, നമുക്ക് വേദന അറിയാൻ പറ്റും. നമ്മുടെ ശരീരത്തിൽ 5 ഇന്ദ്രിയങ്ങൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. കണ്ടുള്ള അറിവുണ്ട്, കേട്ടുള്ള അറിവുണ്ട്, മണം നമുക്കറിയാൻ പറ്റും, ടേസ്റ്റ് അറിയാൻ പറ്റും, വേദന നമ്മുടെ ശരീരത്തിൽ അനുഭവിച്ചറിയാൻ പറ്റും. അങ്ങനെ ദൈവം നമ്മെ അറിയുന്നുവെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. പ്രിയ ദൈവമക്കളെ, ദൈവം വേറെങ്ങോ ദൂരെ ഇരിക്കുന്ന, നമ്മെപ്പറ്റി അറിയാത്ത, നമ്മെ കണ്ടിട്ടില്ലാത്ത, നമ്മെപ്പറ്റി ഒന്നും അറിയാത്തൊരു ദൈവമല്ല നമ്മുടെ ദൈവം. സർവവ്യാപിയായിരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ദൈവം സർവശക്തനായിരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ദൈവം സർവജ്ഞാനിയുമാണ്. സർവജ്ഞാനിയായ ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ദൈവമക്കളെ, നമ്മുടെ വേദനകളെ അറിയാവുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. കർത്താവിനെ കാരിനും ബാനുകൾ അടിച്ചു കയറ്റിയപ്പോഴും, തൻ്റെ മുഖത്തെ രോമകൂപങ്ങൾ പിഴുതെടുത്തപ്പോഴും, അടിക്കുമ്പോഴും എല്ലാം ശരീരത്തിൻ്റെ വേദന അനുഭവിച്ച ഒരു നല്ല ദൈവം. അതുമാത്രമല്ല, കർത്താവിന് ദാഹം എന്തെന്ന് നന്നായിട്ട് അറിയാം. കാരണം ക്രൂശിൽ എനിക്ക് ദാഹിക്കുന്നുവെന്ന് കർത്താവ് നിലവിളിച്ചുവെന്ന് ദൈവവചനത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. ശ്രദ്ധിക്കണ ദൈവമക്കളെ, നമ്മുടെ കർത്താവിന് വിശപ്പെന്തെന്നറിയാം. കാരണം ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം കർത്താവ് ഉപവസിച്ചു പ്രാർത്ഥിക്കുമ്പോഴാണ് അവൻ സാത്താനാൽ പരീക്ഷിക്കപ്പെടുവാൻ ആത്മാവിനാൽ മരുഭൂമിയിലേക്ക് നടത്തപ്പെടുന്നത്. ഒരു വീട്ടിൽ ഒരു ദുഃഖമുണ്ടായാൽ, ഒരു മരണമുണ്ടായാൽ, ആ വീട്ടിലുള്ളവരെ അത് എത്രമാത്രം വേദനയിലേക്ക് കൊണ്ടുപോകുമെന്ന് കർത്താവ് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. പാസ്റ്റർക്ക് എങ്ങനെ അത് പറയാൻ പറ്റും? ലാസറിന്റെ കല്ലറയ്ക്ക് മുമ്പിൽ ഒരു കൊച്ചു കുഞ്ഞ് വിതുമ്പി കരയുന്നത് പോലെ കരഞ്ഞ ഒരു നല്ല അപ്പനാണ് നമ്മുടെ ദൈവം. ഞാനിതാണ് പറഞ്ഞു വരുന്നത്, നമ്മളുടെ വേദനകളെ അറിയുന്ന ഒരു ദൈവമാണ്, അതിനെ പെർസീവ് ചെയ്യുന്നൊരു ദൈവമാണ്. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഒരു അനുഭവം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. ഒരു ഭവനത്തിലെ ചില പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് മുകളിലത്തെ നിലയിലേക്ക് ഞാനിങ്ങനെ സ്റ്റെപ്പ് കയറുമ്പോൾ പെട്ടെന്ന് എൻ്റെ ഈ 2 സൈഡും പൊട്ടി പൊളക്കുന്നത് പോലെയുള്ള വേദന, അതിശക്തമായ വേദന ഞാൻ അനുഭവിക്കുക. അത്രയും നേരം വേദനയില്ലായിരുന്നു, അത്രയും നേരം ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു. പക്ഷേ ആ സ്റ്റെപ്പ് കയറുമ്പോൾ ഞാൻ ആ വേദന അനുഭവിക്കുക. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് ഇതെന്തോ പെട്ടെന്നൊരു വേദന. കർത്താവിനോട് പറഞ്ഞു, ഈ വീട്ടിലെ ഒരാളെ ഞാൻ സൗഖ്യമാക്കാൻ പോകുകയാണ്. വർഷങ്ങളായിട്ട് മൈഗ്രെയിൻ പെയിൻ അനുഭവിച്ചു കൊണ്ടിരുന്ന ആ വീട്ടിലെ സഹോദരിയെ കർത്താവ് സൗഖ്യമാക്കി. എനിക്ക് പെട്ടെന്ന് ആ വേദന വന്നപ്പോൾ എനിക്ക് ആ വേദനയുടെ ആഴം മനസ്സിലാക്കാൻ പറ്റി. ആ സിസ്റ്ററിനുണ്ടായിരുന്ന ബേർഡൻ ദൈവം എനിക്ക് ഷെയർ ചെയ്തു. ആ വേദന എനിക്ക് ഷെയർ ചെയ്തപ്പോൾ അത്രയും ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കാൻ എനിക്ക് പറ്റി. ഒന്നാമത് ഞാൻ ദൈവമക്കളോട് പറയട്ടെ, ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞത്, നമ്മുടെ ദൈവം ആൽഫയും ഒമേഗയുമാണ്. ഹീ ഈസ് ദ ഫസ്റ്റ് ആൻഡ് ഹീ ഈസ് ദ ലാസ്റ്റ്.
നമ്മുടെ ആരംഭം പോലെ നമ്മുടെ അവസാനം അറിയുന്ന ദൈവം, നമ്മുടെ ഇന്നെന്നത് പോലെ നമ്മുടെ നാളെ അറിയുന്ന ദൈവം. അങ്ങനെയാണെങ്കിൽ യിരെമ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ യിരെമ്യാവിനോട് കർത്താവ് പറയാണ്, നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ പിന്നാകാരമായിരിക്കുന്നതിന് മുമ്പേ നിന്നെ എൻ്റെ കണ്ണ് കണ്ടതാണ്, എൻ്റെ കൈ നിന്നെ വിശുദ്ധീകരിച്ചതാണ്, ജാതികൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയമിച്ചിരിക്കുകയാണ്. അതേ ദൈവമക്കളെ, യിരെമ്യാവ് തൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉണ്ടാകുന്നതിന് മുമ്പേ കർത്താവിനെ കണ്ടു എന്ന് പറയുന്നു. പ്രൈസ് ലോർഡ്. നഥനയേൽ എന്ന് പറഞ്ഞൊരു നല്ല മനുഷ്യനെ ശിഷ്യന്മാർ കർത്താവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, നീ സാക്ഷാൽ ഇസ്രായേല്യൻ, നിന്നിൽ കപടമില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, നീ എന്നെ എവിടെ വെച്ച് കണ്ടിട്ടുണ്ട്? ആരും പരിചയപ്പെടുത്തി കൊടുത്തിട്ടല്ല നഥനയേലിനെ കർത്താവ് പറയുന്നത്. അപ്പൊ നഥനയേലിനോട് പറയാണ്, കർത്താവ് തിരിച്ചു പറയാ, നീ അത്തിയുടെ ചുവട്ടിലിരിക്കുമ്പോൾ എനിക്ക് നിന്നെ അറിയാം. എന്ന് വെച്ചാൽ നീ സൺഡേ സ്കൂൾ പഠിക്കാൻ പോയപ്പോൾ, നീ കുഞ്ഞായിരിക്കുമ്പോൾ നീ എന്നെ കാണുന്നതിന് മുമ്പ് ഞാൻ നിന്നെ കണ്ടിട്ടുണ്ട്. നമ്മുടെ ആരംഭം അറിയുന്നൊരു ദൈവം, നമ്മുടെ അവസാനം അറിയുന്നൊരു ദൈവം, ആൽഫയാണ് ഒമേഗയാണ്. നാം എവിടെ ചെല്ലും, ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കുന്നു, നാളെ എവിടെയാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ അത് അറിയുന്ന ഒരു ദൈവമുണ്ട്. അതാണ് ഒമേഗയായ ദൈവം. ദൈവമക്കളെ, വളരെ ആഴത്തിൽ ദൈവത്തിന് നമ്മളെ അറിയാമെന്നുള്ളതിന് ദൈവവചനത്തിലൊരു ഉദാഹരണമുണ്ട്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 29-30 വാക്യങ്ങളിൽ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, നമ്മുടെ തലയിലെ തലമുടി നാര് പോലും എണ്ണി തിട്ടപ്പെടുത്തി വച്ചിരിക്കുന്നു. എത്രയോ പ്രാവശ്യം നമ്മെ ബലപ്പെടുത്തിയ ഒരു ദൈവിക വചനമാണതല്ലേ. എൻ്റെ തലയിൽ എത്ര മുടിയുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ ദൈവത്തിൻ്റെ വചനം പറയാ, ആ ഓരോ മുടിയും കർത്താവ് എണ്ണി തിട്ടപ്പെടുത്തിയിരിക്കുകയാണ്. ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതിന് മുമ്പേ മുടി ചീകി, പക്ഷേ ഒരിക്കൽ പോലും ഞാൻ എൻ്റെ ചീപ്പി നോക്കിയില്ല എത്ര മുടി താഴെ പോയെന്ന്. പക്ഷെ അതും സ്വർഗത്തിലെ പുസ്തകത്തിൽ എഴുതി. ജെയിംസിന്റെ തലയിലെ 46-ാമത്തെ മുടി താഴെ പോയി, 55-ാമത്തെ മുടി താഴെ പോയി. അത്ര സൂക്ഷ്മമായി എന്നെ അറിയുന്ന ഒരു സ്വർഗമാണ് എനിക്കുള്ളതെങ്കിൽ, ദൈവമക്കളെ, എൻ്റെ തലയിൽ നിന്ന് വീണ തലമുടി ഞാൻ എണ്ണിയിട്ടില്ല, എണ്ണാൻ പറ്റത്തില്ല. പക്ഷെ അതുപോലും അറിയുന്ന ഒരു ദൈവം, നക്ഷത്രങ്ങളെ പേർ ചൊല്ലി വിളിക്കുന്ന ഒരു ദൈവം. നമ്മുടെ പേര് ഒരുപക്ഷെ പ്രസിദ്ധന്മാരായിട്ടുള്ള ആർക്കും അറിയത്തില്ലായിരിക്കും. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രസിഡന്റിനോ പ്രധാനമന്ത്രിക്കോ മന്ത്രിമാർക്കോ MLA മാർക്കോ ഒന്നും നമ്മെ അറിയത്തില്ലായിരിക്കും. പക്ഷെ നമ്മുടെ പേരറിയുന്ന ഒരു ദൈവമുണ്ട്. നമ്മളെ ഓമന പേർ ചൊല്ലി വിളിക്കുന്ന ഒരു കർത്താവുണ്ട്. എത്രയോ അറിവുകൾ ഞാൻ പറഞ്ഞു ഇല്ലേ. നമ്മുടെ ആരംഭം അറിയുന്ന ദൈവം, നമ്മുടെ അവസാനം അറിയുന്ന ദൈവം, നമ്മുടെ തലമുടി നാർ എണ്ണിയിരിക്കുന്ന ദൈവം. ഹല്ലേലൂയ. അത് മാത്രമല്ല, നമ്മുടെ ഹൃദയത്തിൻ്റെ വിചാരങ്ങളെ അറിയുന്ന ഒരു ദൈവം. ആമേൻ. നമ്മുടെ ഹൃദയത്തിനകത്തൂടെ മിന്നിമറിയുന്ന നമ്മുടെ ടെൻഷനുകളും ഭാരങ്ങളും ഒക്കെ നമ്മളൊരാളോട് ഷെയർ ചെയ്തെങ്കിൽ മാത്രമേ ആൾ മനസ്സിലാക്കത്തുള്ളൂ. ദൈവവചനം പറയുന്നു, ഒരാളുടെ ഹൃദയം ദൈവത്തിന് മാത്രമേ ഗ്രഹിക്കാൻ കഴിയത്തുള്ളൂ. ഓൺലി ഗോഡ് ക്യാൻ സെൻസ് ദ തോട്ട്സ് ഇൻ യുവർ ഹാർട്ട്. നമ്മുടെ വചനത്തിലൂടെ മിന്നിമറയുന്ന ഓരോ സങ്കല്പങ്ങളാകട്ടെ, നമ്മുടെ ചിന്തകളാകട്ടെ, ഇതൊന്നും വേറൊരാളോട് നമ്മൾ ഷെയർ ചെയ്യാതെ അവർക്ക് മനസ്സിലാകത്തില്ല. ഒരു കൗൺസിലറിൻ്റെ അടുത്ത് നമ്മൾ ചെന്ന് കൗൺസിലിങ്ങിന് ഇരിക്കുമ്പോൾ നമ്മൾ പറയുന്നതനുസരിച്ച് ആ മനുഷ്യന് നമ്മളെ ഉപദേശിക്കാൻ കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ എനിക്ക് കൈവേദനയാണ്, തലവേദനയാണ്, കാലിന് വേദനയാണെന്ന് ആ ഡോക്ടറോട് പറഞ്ഞു കൊടുക്കുമ്പോൾ മാത്രമേ അദ്ദേഹത്തിന് അതനുസരിച്ച് മരുന്ന് എഴുതാൻ പറ്റാത്തുള്ളൂ. പക്ഷേ ദൈവമക്കളെ, ഞാനൊരു കാര്യം പറയട്ടെ, പറഞ്ഞു കൊടുക്കാതെ നമ്മുടെ ഹൃദയത്തിൻ്റെ വിചാരങ്ങളെ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്ന, അതാണ് സങ്കീർത്തനക്കാരൻ 139-ാം സങ്കീർത്തനം നിങ്ങൾ മൊത്തം വായിക്കണം കേട്ടോ. ദൈവത്തിൻ്റെ സർവജ്ഞാനത്തെ പ്രകീർത്തിക്കുന്ന ഒരു സങ്കീർത്തനമാണ് 139-ാം സങ്കീർത്തനം. നീ എൻ്റെ ഹൃദയ വിചാരങ്ങളെ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നുവെന്നാണ് 139-ാം സങ്കീർത്തനം പറയുന്നത്. എൻ്റെ കിടപ്പും എഴുന്നേൽപ്പും നീ അറിയുന്നു, ഞാൻ എൻ്റെ നടപ്പ് നീ അറിയുന്നു, നീ അറിയാതെ ഒന്നും എൻ്റെ ജീവിതത്തിൽ ഇല്ല എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. അതേ ദൈവമക്കളെ, പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 12-ാം വാക്യത്തിൽ മോശ പറയുകയാണ്, എനിക്ക് ഈ ജനത്തെ കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, ഇവര് പ്രശ്നക്കാരാണെന്നൊക്കെ പറയുമ്പോൾ കർത്താവ് പറയാ, എനിക്ക് നിന്നെ അറിയാം, ഐ നോ യുവർ നെയിം, എനിക്ക് നിന്റെ പേരറിയാമെന്നാണ് മോശയോട് പറയുന്നത്. മോശെ, നിന്നെ ആളറിയാതെ അല്ല ഞാൻ ഈ വേലയ്ക്കാക്കിയത്, നിന്നെ ആളറിയാതെ അല്ല ഞാൻ ഈ ദൗത്യം ഏൽപ്പിച്ചത്. ദൈവമക്കളെ, പലപ്പോഴും നാം ചിന്തിക്കും ദൈവം നമ്മെ അറിയാതെയാണ് സ്നേഹിച്ചതെന്ന്. ഒരിക്കലും അല്ല. നമ്മെ നന്നായി അറിഞ്ഞു തന്നെയാണ്
കർത്താവ് നമ്മളെ സ്നേഹിച്ചത്. നമ്മൾ പലപ്പോഴും ചിന്തിക്കും, നമ്മെ അറിയാതെയാണ് കർത്താവ് നമ്മെ വേലയ്ക്കായി വിളിച്ചത്, കർത്താവ് നമ്മെ ഈ സ്ഥാനത്താക്കി വെച്ചത്, ഈ ജോലി തന്നത്, ഈ രാജ്യത്ത് കൊണ്ടുപോയതൊക്കെ. അങ്ങനെയല്ല കേട്ടോ. കർത്താവ് നമ്മെ അറിഞ്ഞു തന്നെയാണ് നമ്മുടെ അവിശ്വസ്തതകളും നമ്മുടെ വിശ്വസ്തതകളും നമ്മുടെ പിന്മാറ്റങ്ങളും ഒക്കെ കണ്ടു തന്നെയാണ്. ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മെ അറിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മുടെ ഹൃദയത്തിലെ ഭാരങ്ങൾ അറിയുന്ന ഒരു ദൈവം. 1 പത്രോസ് 5:7 പറയുകയാണ്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുക. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ഭാരങ്ങളെ അറിയുന്ന ദൈവം മാത്രമല്ല, നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം കൂടെയാണ് നമ്മുടെ ദൈവം. നമ്മുടെ പ്രവൃത്തികളെ അറിയുന്ന ഒരു ദൈവം, നമ്മുടെ വാക്കുകളെ അറിയുന്ന ഒരു ദൈവം. ഇയ്യോബിന്റെ പുസ്തകം 23-ാം അധ്യായം 10-ാമത്തെ വാക്യം പറയുകയാണ്, അവൻ നമ്മുടെ കാലടികളെ എണ്ണുന്നു. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ പ്രിയമുള്ളവരെ, നിങ്ങൾ ഇന്ന് എത്ര സ്റ്റെപ്പ് നടന്നു? ഞാൻ എത്ര സ്റ്റെപ്പ് ഇന്ന് നടന്നു? ഞാൻ എണ്ണിയിട്ടില്ല, എണ്ണാൻ പറ്റില്ല. നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് നമ്മൾ പുറത്തു വന്ന് ഈ ഭൂമിയിൽ പിച്ച വെച്ച് നടക്കാൻ തുടങ്ങിയ നിമിഷം മുതൽ എത്രയോ സ്റ്റെപ്പുകൾ നടന്നു. നമ്മളത് എണ്ണിയിട്ടില്ല. പക്ഷെ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, അവൻ നമ്മുടെ കാലടികളെ എണ്ണുന്നു. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. അതുകൊണ്ട് തന്നെ ദൈവത്തിന് നമ്മുടെ വഴികളെ അറിയാം. യെരമ്യാ പുസ്തകത്തിലെ ഒരു വചനമാണ് പരിശുദ്ധാത്മാവ് എനിക്ക് തരുന്നത്. നിങ്ങളെപ്പറ്റിയുള്ള എൻ്റെ വിചാരങ്ങൾ അത് വലിയവയാണ്, അത് തിന്മയ്ക്കുള്ളതല്ല, നന്മയ്ക്കുള്ളതത്രയെന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഭൂമിക്ക് മീതെ ആകാശം ഉയർന്നിരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ വിചാരങ്ങൾ, ദൈവത്തിൻ്റെ പ്ലാനുകൾ നമ്മെ പറ്റിയുള്ളത് വലിയവയാണ്. താങ്ക് യു ജീസസ്. 103-ാം സങ്കീർത്തനം 14-ാം വാക്യം പറയുകയാണ്, ദൈവത്തിന് നമ്മുടെ വീക്ക്നെസ്സുകളെ അറിയാം, നമ്മുടെ പോരായ്മകളെ കർത്താവിന് അറിയാം, നമ്മൾ വീക്കാണെന്ന് കർത്താവിന് അറിയാം. ആമേൻ. നമ്മുടെ പ്രകൃതി കർത്താവിന് അറിയാം. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, പത്രോസിൻ്റെ അടുത്ത് കർത്താവ് എന്ന് പറയാം, പത്രോസെ, കോതമ്പ് പോലെ നിന്നെ പാറ്റി കളയേണ്ടതിന് ശത്രു അനുവാദം ചോദിച്ചു, ഞാൻ അനുവദിച്ചില്ല, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, പത്രോസിനെ അനുവദിക്കാതിരുന്ന കർത്താവ് പഴയ നിയമ ഭക്തനായ ഇയ്യോബിനെ അനുവദിച്ചു കൊടുത്തു. കാരണം കർത്താവിന് പ്രകൃതി അറിയാം. ഇയ്യോബിനെ കൊടുത്താൽ അവൻ സ്വർണം പോലെ ശുദ്ധീകരിക്കപ്പെട്ടവനായി പുറത്തു വരുമെന്ന് അവൻ കർത്താവിനറിയാം. പത്രോസിനെ കൊടുത്താൽ പാറ്റിയാൽ ഒന്നും കിട്ടില്ല എന്നും കർത്താവിനറിയാം. നമ്മുടെ പ്രകൃതി അറിയുന്നൊരു ദൈവം. 90-ാം സങ്കീർത്തനം 12-ാം വാക്യം പറയുകയാണ്, എൻ്റെ നാളുകളെ എണ്ണാൻ എന്നെ പഠിപ്പിക്കണമേ. അപ്പോൾ നമ്മുടെ നാളുകളെ കർത്താവിനറിയാം. ദൈവമക്കളെ, നമ്മെ അറിയാത്തൊരു ദൈവമല്ല, നമ്മെ മുടി മുതൽ നമ്മുടെ ഉള്ളങ്കാൽ വരെ നന്നായിട്ട് അറിയുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. നാം ദോഷികളും പാപികളുമായിരിക്കുമ്പോൾ തന്നെ കർത്താവ് നമ്മളെ സ്നേഹിച്ചു. ഹല്ലേലൂയ. നമുക്ക് ദൈവം എല്ലാം തന്നു. ഒരാളൊരു തെറ്റുകാരനാണെന്ന് കണ്ടാൽ, ഒരാളുടെ കുറവ് നമ്മൾ കണ്ടാൽ ആളെ സ്നേഹിക്കത്തില്ല. നിങ്ങൾ എൻ്റെ കൂടെ കുറേ ദിവസങ്ങൾ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ അകത്തിരിക്കുന്ന നെഗറ്റീവ്സ് മനസ്സിലാവും. അപ്പോൾ ആമേൻ, ഏതൊരു മനുഷ്യനോടും നമ്മൾ കൂടുതൽ അടുക്കും തോറും ആ മനുഷ്യൻ്റെ ന്യൂനതകൾ വെളിവാകും. പക്ഷെ ദൈവം അങ്ങനെയല്ല. ആമേൻ, സ്തോത്രം. നമ്മുടെ ന്യൂനത കണ്ടിട്ട് നമ്മളെ ഇട്ടിട്ട് പോകുന്നൊരു ദൈവമല്ല. നമ്മുടെ ദൈവം നമ്മുടെ കുറവുകൾ അറിഞ്ഞ് നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവമാണ്. അതാ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത. നമ്മൾ ദോഷികളായിരിക്കുമ്പോൾ തന്നെ, നമ്മൾ പാപികളായിരിക്കുമ്പോൾ തന്നെ ക്രൂശിൽ നമുക്കായി മരിക്കാൻ ക്രിസ്തുവിനെ നമുക്ക് നൽകിയ നല്ലൊരു പിതാവ്. ഇത്രയും ശക്തമായ വചനം ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒരു ദൂത് നിങ്ങൾക്ക് കൈമാറാനാണ്. ഇത്രയും ആഴമായി, ഇത്രയും അടുത്ത് നമ്മെ അറിയാവുന്ന മറ്റാരുണ്ട്? വേറെ ആരുമില്ല. നമ്മുടെ ഭാര്യയ്ക്ക് നമ്മെ അറിയുന്നതിനേക്കാൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെ അറിയുന്നതിനേക്കാൾ, നമ്മുടെ കൂട്ടുകാർ നമ്മളെ അറിയുന്നതിനേക്കാൾ, നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർമാർ നമ്മളെ അറിയുന്നതിനേക്കാൾ നമ്മെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് ഏത് രോഗത്താലാണ് ഭാരപ്പെടുന്നത്? കർത്താവ് അറിയുന്നുണ്ട് കേട്ടോ. ഹൃദയത്തിൻ്റെ വേദന കർത്താവ് അറിയുന്നുണ്ട് കേട്ടോ. ആ കുഞ്ഞുങ്ങളെ പറ്റിയുള്ള ഭാരം കർത്താവ് അറിയുന്നുണ്ട് കേട്ടോ. ആ വേദനയെ ചുമക്കുന്ന ഒരു ദൈവം. ദൈവവചനത്തിൻ്റെ വാക്യം ഇങ്ങനെയാണ്, He carried our sins, He carried our sorrows. നമ്മുടെ ഭാരങ്ങളെ അവിടുന്ന് ചുമന്നു കാൽവറിയിൽ. നമ്മുടെ രോഗങ്ങളെ അവിടുന്ന് ചുമന്നു. നമ്മുടെ ശാപങ്ങളെ ചുമന്നു. ഹല്ലേലൂയ. ചുമന്ന് ഒഴിച്ചു കളഞ്ഞിട്ട് നമ്മളിന്ന് മാറ്റിക്കളഞ്ഞു. ഇന്ന് ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മഞ്ഞുരുകി മാറുന്നത് പോലെ, മെഴുക് തീങ്കൽ ഉരുകി മാറുന്നത് പോലെ ഹൃദയത്തിനകത്തിലെ ഭാരങ്ങളെല്ലാം ഉരുകി മാറുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ്. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. അതെ,
ഇരിക്കുന്ന സ്ഥലത്തിരുന്ന് പറ, എന്നെ ആഴമായി അറിയുന്ന ഒരു ദൈവമുണ്ട്. നാം പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ അറിയുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവമെന്നാണ് ദൈവവചനം പറയുന്നത്. അതുകൊണ്ട് ഇരിക്കുന്ന സ്ഥലത്ത് കണ്ണുകളെ അടച്ചു പ്രാർത്ഥിച്ചാട്ടെ. നമ്മുടെ ഭാവി അറിയുന്നൊരു ദൈവം, നമ്മെ നന്നായി അറിയുന്നൊരു ദൈവം യാക്കോബിനോട് പറയുകയാണ്, യാക്കോബേ, ഞാൻ നിന്നെ ഓമന പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നമ്മുടെ പേരറിയാവുന്നൊരു ദൈവം, നമ്മുടെ നാളെ അറിയാവുന്നൊരു ദൈവം, നമ്മെ മുഴുവനായി അറിയുന്ന ഒരു ദൈവം. കണ്ണുകളെ അടച്ചാട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. കർത്താവേ, സ്വർഗപിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. അറിയുന്ന ഒരു ദൈവത്തെ പറ്റി ദൈവത്തിൻ്റെ വചനത്തിലൂടെ ആഴമായിട്ട് സവിസ്തരമായി ഞങ്ങളോട് സംസാരിച്ചതിനായിട്ട് നന്ദി പറയുന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെല്ലാം ഞാൻ ആത്മാവിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവരിപ്പോൾ കടന്നു പോകുന്ന സാഹചര്യത്തെ മറ്റാരേക്കാളും നന്നായി അടുത്തറിയുന്ന ഒരു നല്ല ദൈവത്തെ പറ്റി വചനത്തിലൂടെ തെളിയിച്ച് കർത്താവെ വചനം ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ ഉറപ്പിച്ചതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. എല്ലാ നന്മകളാൽ നിറച്ചാട്ടെ. പ്രത്യേകാൽ രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ സൗഖ്യമാക്കുന്ന കരം, വിടുവിക്കുന്ന കരം രോഗത്തിൻ്റെ മേൽ വെക്കട്ടെ. എല്ലാ ക്യാൻസറും വിട്ടുമാറട്ടെ, എല്ലാ പ്രതികൂലങ്ങളും വിട്ടുമാറട്ടെ, എല്ലാ കടഭാരങ്ങളും വിട്ടുമാറട്ടെ. കുഞ്ഞുങ്ങളുടെ ഭാവിയെ ഓർത്ത് ഭാരപ്പെട്ട് നെടുവീർപ്പിടുന്ന കരയുന്ന അമ്മയപ്പന്മാർക്ക് ദൈവത്തിൻ്റെ വഴികൾ തുറന്നു വരുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. തലമുറകൾക്ക് വേണ്ടി എഫദ എന്ന് കൽപ്പിച്ച് താവേ ഉറവകൾ ദൈവം തുറക്കാൻ അടിയങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. നന്മകളാൽ നിറച്ചാട്ടെ. എന്നെ കേൾക്കുന്ന ദൈവമക്കൾ എവിടെയൊക്കെയാണോ, ചലിക്കുന്ന വണ്ടിയിലാകട്ടെ, വീട്ടിലാകട്ടെ, ഓഫീസിലാകട്ടെ, എവിടെയാണെങ്കിലും അവിടുത്തെ ശ്രേഷ്ഠമായ സാന്നിധ്യമിട്ട് ഒരു അനുഗ്രഹിക്കണമേ. അവസ്ഥകൾക്ക് വ്യത്യാസം കൊടുക്കണമേ. ഈ ദൂത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവ സാന്നിധ്യത്തിൻ്റെ ഒരു വലിപ്പം അവിടുത്തെ മക്കളുടെ മേൽ പകരണം. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് ദയതോന്നി കേൾക്കുമാറാകണം പ്രിയ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഹോപ്പ് ടിവിയിലൂടെ എന്നെ ശ്രദ്ധിച്ചതിന് നന്ദി. കർത്താവ് നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന ഇമെയിൽ അഡ്രസ്സിൽ, ഫോൺ നമ്പറിൽ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. പ്രാർത്ഥനാ വിഷയം അയക്കാൻ മടിക്കരുത്. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഗോഡ് ബ്ലസ് യു ഓൾ. മാറാനാഥ, നമ്മുടെ കർത്താവ് വരാറായി. ആമേൻ.